ഏത് സ്പെഷ്യൽ ഡേ വന്നാലും പിറ്റേ ദിവസം നിൽക്കുവിന് വയ്യായിരിക്കും കേട്ടോ. ഇപ്പോൾ ദേ നമ്മളെ വിദ്യാരംഭത്തിന് എഴുത്തിനിരുത്തിയിട്ട് വന്ന് അന്ന് തന്നെ പനി പിടിച്ചു. ഞങ്ങൾ ദേ പൊന്നമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് അവളെ റെഗുലറായിട്ട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ. മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ വീഡിയോസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ നിന്നില്ല കേട്ടോ. നിൽക്കുവിന് പനിയും ജലദോഷവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മെഡിസിനൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഒരു പേടി അതുകൊണ്ട് കൊണ്ട് കാണിച്ചു. തിരിച്ച് വരുന്ന വഴി ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയാണ് കയറിയത് കേട്ടോ. മഹാറാണി എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കയറിയത്. കുറച്ച് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ സാധാരണ ശബരീസിലാണ് പോകുന്നത് സാധനങ്ങളൊക്കെ മേടിക്കാൻ. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ കേട്ടോ. നിക്കുവിന് തീർന്നിരിക്കുന്ന നട്ട്സൊക്കെ വാങ്ങിച്ചു. ആൽമണ്ടും കാഷ്യും ഒക്കെ മേടിച്ചു. പിന്നെ നിക്കുവിന് കുറച്ച് സോപ്പും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. നിക്കുവിന് ഡ്രസ്സ് കലക്കുന്നത് നമ്മുടെ കുളിക്കുന്ന സോപ്പിട്ടാണ് കേട്ടോ. അപ്പം അതുപോലെ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. ഒരു സെറ്റ് മേടിച്ചു. ഇത് ഈ ജീരക മിഠായി കണ്ടപ്പോൾ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പിന്നെ വേണ്ടെന്ന് കരുതി അവിടെ വെച്ച് കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സും അതും ഇതുമൊക്കെ പറക്കി മേടിച്ചു. നിക്കുവിന് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മേടിച്ചു. അത്യാവശ്യം നല്ല സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. വില കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ. ഈ അത്യാവശ്യം വേണ്ടതൊക്കെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വില കമ്പയർ ചെയ്യാൻ പറ്റിയില്ല. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ തവയ്ക്കൽ AS നമ്മുടെ ഫിഷ് ഷോപ്പിലോട്ട് വന്നു കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ഫിഷൊക്കെ മേടിക്കുന്ന കടയാണ് കേട്ടോ. ഇവിടെ നിന്നേ മേടിക്കാറുള്ളൂ കേട്ടോ. അതേ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പെർ kg റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രഷ് മീൻ കിട്ടും ഇവിടെ നിന്ന്, അതാണ് ഇവിടുത്തെ ഗുണം. പിന്നെ നമ്മളെപ്പോലെ മീൻ വാങ്ങാൻ അറിയാത്തവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. നല്ല മീനായിരിക്കും. പിന്നെ എല്ലാം എഴുതി വെച്ചേക്കും കേട്ടോ, ഏത് മീനൊക്കെയാണെന്ന്. ചേട്ടന് പിന്നെ അറിയാൻ തോന്നുന്നു, പക്ഷേ എനിക്കൊട്ടും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര നാറ്റം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി